ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. അതിരാവിലെ തിരുസന്നിധി എന്ന ശുശ്രൂഷയിൽ എൻ്റെ സ്നേഹിതരായ ദേവദാസന്മാർ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും ഇങ്ങനെ സംസാരിപ്പാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. ദൈവവചനം വ്യാഖ്യാനിക്കുകയാണ്. ചുരുങ്ങിയ മിനിറ്റ് കൊണ്ടാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ ആശ്രയം ഏതിൽ, ആരിൽ. 20-ാം സങ്കീർത്തനം നാം ധ്യാനിച്ചു വന്നപ്പോൾ ഇങ്ങനൊരു വാചനം കണ്ടു. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. അത് ശരിയാണ്. ചിലർ ആരോഗ്യത്തിലും ചിലർ ധനത്തിലും ചിലർ സ്വാധീനത്തിലും ചിലർ പദവിയിലും ആശ്രയിക്കുന്നു. ഇതാ ഇസ്രായേലിൽ ഒരു സംഭവമുണ്ടായി. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം. ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും തികച്ച ശേഷം അശൂർ രാജാവായ സെൻഹരീബ് വന്ന് യഹൂദിയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കാൻ വിചാരിച്ചു. സെൻഹരീബ് വന്നു യെരുശലേമിനെ ആക്രമിക്കാൻ ഭാവിക്കുന്നുവെന്ന് ഹിസ്കിയാവ് കണ്ടിട്ട് പട്ടണപ്പുറത്തുള്ള ഉറവുകളെ വെള്ളം നിർത്തിക്കളഞ്ഞു. അതൊക്കെ ചില ക്രമീകരണങ്ങൾ ചെയ്തു. പക്ഷെ താഴെ വരുമ്പോൾ അദ്ദേഹം ജനത്തോട് പറയുകയാണ്, ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. അശൂർ രാജാവിനെയും അവനോടുകൂടിയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കുകയുമരുത്. അവനോട് കൂടെയുള്ളതിലും വലിയ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോടുകൂടിയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട് എന്ന് പറഞ്ഞു. ജനം യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ വാക്കുകളിൽ ആശ്രയിച്ചു. എന്തിലാശ്രയിച്ചു? ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചു. എന്തിലാശ്രയിച്ചു? ദൈവത്തിൻ്റെ ദാസന്മാരുടെ ആത്മനിയോഗത്തിലുള്ള പ്രഭാഷണങ്ങളെ ആശ്രയിച്ചു. എന്തായിരുന്നു പ്രഭാഷണം? നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. അശൂർ രാജാവിൻ്റെ ബലം കണ്ടിട്ട് പേടിക്കരുത്. അവൻ്റെ ബുദ്ധി കണ്ടിട്ട് പേടിക്കരുത്. അവൻ്റെ വെല്ലുവിളി കണ്ടിട്ട് പേടിക്കരുത്. അവരുടെ സൈന്യത്തെ കണ്ടിട്ട് പേടിക്കരുത്. അവരോടുകൂടെ 10 ലക്ഷമോ 20 ലക്ഷമോ ഉണ്ടെങ്കിലും അത് മാംസഭുജമാണ്. അവരോടുകൂടെയുള്ളവർ എത്രയുണ്ടെങ്കിലും അത് മാംസമാണ്. സ്പിരിറ്റ് അല്ലെന്നർത്ഥം. സ്പിരിറ്റ് പവർ വെളിപ്പെട്ടാൽ മാംസഭുജങ്ങൾക്ക് പിന്നെ പ്രസക്തിയില്ല. ആത്മലോകവുമായി ബന്ധമുള്ളവർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഹിസ്കിയാവ് പറയുകയാണ്, അവരുടെ കൂടെയുള്ളത് മാംസഭുജമാണ്, ജഡമാണ്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. ഞാൻ വീണ്ടും വായിക്കട്ടെ. ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. അശൂർ രാജാവിനെയും അവനോടുകൂടിയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കുകയും അരുത്. അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ടെന്ന് പറഞ്ഞു. അവരോടുകൂടെ മാംസഭുജമുള്ളപ്പോൾ നമ്മളോട് കർത്താവുണ്ട്. കർത്താവ് ആത്മാവാകുന്നു. ആത്മശക്തിയോട് ഒരിക്കലും മാംസശക്തി ജയിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ജഡത്തിൻ്റെ ആയുധം പ്രയോഗിക്കാൻ പാടില്ല. നമ്മൾ ആത്മാവിൻ്റെ ആയുധം പ്രയോഗിക്കണം. ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം. ആത്മാവിൻ ശക്തി സംഭരിക്കണം. പാപത്തോട് പോരാടണം. ദേശത്തിന്മേൽ ജയം പ്രാപിക്കണം. നമ്മുടെ ആശ്രയം എവിടെയെന്ന് വീണ്ടും പരിശോധിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.